അതാണ് ഞാൻ 1.5 കിലോ ചാള എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 2 ടീസ്പൂണ് ഉപ്പിടാം. മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക ഒരു അരമണിക്കൂർ. 2 ഉപ്പിട്ട് വയ്ക്കുക. 2 ചെറിയ സ്പൂണ്. പിന്നെ ഞാൻ ചേർക്കാൻ പോണത് മുളക് പൊടി 1 വലിയ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, ഉലുവാപ്പൊടി പെരുംജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂണ് ചെറുത്, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണാണ് ഉണ്ടത്. പിന്നെ ഇത് 1 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇതൊക്കെയാണ് ഇതിൽ ചേർക്കാൻ പോകണം. ഉപ്പിട്ടിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. 1/2 മണിക്കൂർ അതിന് ഇരിക്കട്ടെ ഉപ്പും മുളകൊക്കെ പിടിക്കാം. പിന്നെ ഒരു കിലോനോളം എടുത്തിട്ട് നമുക്ക് വയ്ക്കാം. ബാക്കിയുള്ള വറക്കാം. എന്നിട്ട് 1/2 മണിക്കൂർ. അപ്പോൾ 1.5 കിലോ ചാള കിട്ടിയാൽ 1 കിലോ നമുക്ക് വയ്ക്കാം, 1/2 കിലോ വറക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സബോള, ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇപ്പോൾ ഇതൊരു 5-6 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും, 3 പച്ചമുളക്, ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചി, ഒരു 5-8 ചുവന്നുള്ളി, ഒരു 2 ചെറിയ സബോള, പിന്നെ ഒരു വേപ്പില, മല്ലിയില, തക്കാളി, കോൽപ്പുളി, ഇതൊരു ചെറിയ കഷ്ണം കുടപ്പുളി. ഇത്രയാണ് ഇതിൽ ചേർക്കുന്നത്. നമുക്കത് ഉണ്ടാക്കി നോക്കാം. ഇതിപ്പോൾ കടുകിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകിട്ടിരിക്കുകയാണ്. അത് പൊട്ടട്ടെ. പൊട്ടുമ്പോൾ നമുക്ക് സബോള എടുക്കുക. പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് സബോള സബോള കിടന്ന് വഴന്ന് വരട്ടെ. നമുക്ക് ഇതിൽ ഉപ്പിടാനൊന്നും പറ്റില്ല. കാരണം ഞാൻ മീനിൽ ഉപ്പും മുളകും എല്ലാം തേച്ച് ഒരു 1/2-3 മണിക്കൂറായിട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ അതിന് ഉപ്പുള്ള കാരണത്തിന് ഇതൊന്നും ചേർക്കാൻ പറ്റില്ല. ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഒന്ന് പെട്ടെന്നായി കിട്ടും. അതൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ സബോള ഒരുവിധം മുരിഞ്ഞ് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക് ഇട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ടു. അതൊന്ന് വഴന്ന് വരട്ടെ. ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നന്നായി ഇളക്കിയെടുക്കണം. കാരണം അടി പിടിക്കാൻ സാധ്യതയില്ല.
കുറച്ച് വേപ്പില ഇടാറുണ്ട്. നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം വേപ്പില ഇട്ടു, അല്ല സവോള ഇട്ടു, അത് വഴന്ന് വന്നിട്ട് ഇഞ്ചി പച്ചമുളക് വേപ്പില ഇതൊരു അതിൻ്റെ പച്ചമണം പോണ നേരം ഒന്ന് ഇറക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു പച്ചമണം പോയിട്ടുണ്ട്, അത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്ന് വരട്ടെ. ഇപ്പം തക്കാളി ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്, കണ്ട ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അതിലേക്ക് അലിഞ്ഞ് പോണ പോലെയുണ്ട്. ഇങ്ങനെയാവണം, ചേർന്ന് നിൽക്കണം. എന്നിട്ട് അതൊന്നും പിടിക്കാതെ ഇഞ്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചതച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഇറക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുടപ്പുളി ഞാനൊരു ചെറിയ കഷ്ണം ഇട്ടുണ്ടായിരുന്നു, ഈ കഷ്ണങ്ങളാണ് അത് ഞാൻ എനിക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കോൽപ്പുളി എന്ന് പറയില്ല, അവളൊക്കെ ശരി അങ്ങനെ പറയാനും അറിയില്ല. കോൽപ്പുളി ആക്കി വെച്ച് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നു. അപ്പം ഞാൻ കോൽപ്പുളിയും കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് വേണം നമുക്കിത് മീനിടുക. എന്നിട്ട് കോൽപ്പുളി ഒഴിച്ചു, കുടപ്പുളിയുടെ ഒരു കഷ്ണം ഒഴിച്ചു, അത് കുതിർത്തി വെച്ചാൽ അതും അതിലൊഴിച്ചിട്ടുണ്ട്. ഞങ്ങളൊന്ന് പുളി അങ്ങോട്ട് ഒന്ന് കുടപ്പുളിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി വെക്കാം. ഇത് കോൽപ്പുളി ഇട്ടിട്ട് ചാള ഇങ്ങനെ പറ്റിച്ച് വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതിലപ്പോൾ നമ്മൾ ചേർക്കണത് കൂടി ഒന്ന് ചേർക്കണം. ഞാൻ ഓരോന്ന് ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇപ്പോൾ കടുകൊന്നും പൊട്ടിക്കില്ല നമ്മൾ കൃഷിക്കാർ, പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ചാളക്കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അതിൽ ചാറൊന്നും പാടില്ല, പറ്റിച്ച് വയ്ക്കണം. ഒരു ചെറിയ കുറുതായ ചാറേ പാടും. അപ്പോൾ അതങ്ങനെ ആവട്ടെ. തിളച്ചിട്ടുണ്ട്, നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാൻ അതിലേക്ക് മീനിട്ടിട്ടുണ്ട്, ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പറ്റി വരണം, നന്നായി മൂടിയിട്ട് വേവിക്കാം. വെള്ളം അധികം പാടില്ല. ഇത് നമുക്കൊരു താളിപ്പ് ശരിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, അത് തിളച്ച് വരണം. ഉപ്പൊക്കെ ഇട്ട കാരണം പിന്നെ വേറെ നോക്കി ഇനി തിളച്ച് എന്തിനു ശേഷം ഉപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് കാഞ്ഞ് വന്നപ്പോൾ ഉള്ളിയിട്ടിട്ടുണ്ട്. അതാവട്ടെ. സമയം ഇളക്കി കൊടുക്കാം. സമൂല അങ്ങനെ ആവട്ടെ. ഞാനിപ്പോൾ ഇതിൽ ഈ മീനിലേക്ക് ഞാൻ ഒരു നുള്ള് കായം, ഒരു നുള്ളെടുക്കാൻ പാടില്ല കേട്ടോ, ഒരു നുള്ള് കായം, ഒരു ലേശം ഉലുവ, ഒരു 1/2 ടീസ്പൂൺ ഉലുവ,
ഇതിങ്ങനെ ഇടും. എല്ലാവരും ചെയ്യണമെന്നില്ല. അത് ഇപ്പോൾ ഇങ്ങനെയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു ടേസ്റ്റായി കറിയാവും. ഒട്ടും വെള്ളം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ പറ്റിച്ചെടുക്കണമെന്നാണ്. നമ്മളെപ്പോഴും സൂക്ഷിച്ച് വേണം ആക്കാൻ. കായൊന്നും കൂടി പോകരുത്. കായത്തിൻ്റെ മണം ഒന്നും അങ്ങനെ പുറത്തേക്ക് അധികം വരാത്ത വിധത്തിൽ ഒരു നുള്ളു കായം. ഒരു ഇതായി വരുന്നുണ്ട്. ഉള്ളിയായി വരട്ടെ. ഉള്ളിയായി വന്നതോടുകൂടി നമുക്ക് ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഞാൻ വറക്കാനായിട്ട് വെച്ചതാണ്. അപ്പോൾ അത് ആയിട്ടുണ്ട് വെളിച്ചെണ്ണ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇടാണ്. അപ്പം മീൻ ഞാനൊരു വശം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാവാറ് അതിൻ്റെ നമുക്ക് എടുക്കാം. അടുത്തോട്ട് വറക്കാം. ഇതിൽ ഞാൻ താളിപ്പൊക്കെ ഒഴിച്ചിറക്കിയതാണ്. ഇതാണ് നമ്മുടെ മീൻകറി, ചാളക്കറി. ഇതിൻ്റെ ഒരു തുള്ളി ചാറ് ഭക്ഷണം കഴിക്കാൻ വളരെ വലുതായ ചാറാണ്. പിന്നെ ഞാൻ വറുത്ത് വെച്ച ചാള. ഞങ്ങളവിടെ മത്തി എന്നൊക്കെ ആവും പറയാം. ഞങ്ങൾ തൃശ്ശൂർക്കാർ ചാള എന്ന് പറയാം. ഇത് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നത്തെ എൻ്റെ കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ വേറൊരു കറിയായിട്ട് ഞാൻ വരും. താങ്ക് യു.